ഏതൊരു പ്രോഡക്റ്റിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക എന്നതിൽ ചൈനയുമായി മത്സരിക്കാൻ പറ്റില്ല. അതൊരു കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ചൈനയിൽ നിന്നുമുള്ള പ്രോഡക്ട്സ് എല്ലാം നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചൈനയുടെ ന്യൂക്ലിയർ പവർ. ഒരു കാലഘട്ടത്തിൽ ചൈനയുടെ അണുവായുധം അത്രത്തോളം എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ ഒരു വിഷമം ഉണ്ടാക്കിയിരിക്കുകയാണ് ചൈന. ചൈന തായ്വാൻ പ്രശ്നം എപ്പോൾ വേണമെങ്കിലും വലിയൊരു യുദ്ധമായി മാറാം. അങ്ങനെ വലിയൊരു യുദ്ധമായി മാറിക്കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കെല്ലാം പ്രശ്നമാണെന്നുള്ളതും നമുക്കറിയാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഒരു കേസ് സ്റ്റഡിയായി എടുത്ത് ചൈന പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധമായിക്കോട്ടെ, റഷ്യക്കെതിരെ മറ്റു പല രാജ്യങ്ങൾ ഒന്നു ചേർന്നതായിക്കോട്ടെ, റഷ്യക്കെതിരെ എന്തൊക്കെ ചെയ്യുന്നു, അതിൽ നിന്നുമെല്ലാം റഷ്യ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്, അതുമാത്രമല്ല റഷ്യയുടെ എക്കണോമി എങ്ങനെയാണ് ഇങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്, റഷ്യയുടെ ബ്ലാക്ക് മാർക്കറ്റിൽ എന്തൊക്കെയുണ്ട്, ഇതിന്റെ എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈന. പെട്ടെന്ന് ന്യൂയോർക്ക് ടൈംസിൽ ഒരു സാറ്റലൈറ്റ് ഇമേജ് ഉൾപ്പെട്ട ഒരു വാർത്ത, ചൈന അണുവായുധം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നതാണ്. ആ അണുവായുധം ടെസ്റ്റ് ചെയ്യുന്നത് അതേ സ്ഥലത്ത്, അതായത് 60 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയാണോ ടെസ്റ്റ് ചെയ്തിരുന്നത് അതേ സൈറ്റിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നതാണ്. ശരിക്കും ഈ അണുവായുധ ശക്തി ആർക്കെതിരെയാണ്, എന്തിനു വേണ്ടിയാണ്, ആ സാറ്റലൈറ്റ് ഇമേജിൽ എന്തൊക്കെയാണ് കാണുന്നത്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഫോഴ്സിനെ വലിയ അളവിൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എണ്ണത്തിലായാലും ശരി, അതുപോലെ തന്നെ ക്വാളിറ്റി വൈസ് ആയാലും ശരി. അമേരിക്കയുടെ കണക്ക് പ്രകാരം 2035 1500 വാർഹെഡ് ചൈനയിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഈ 1500 വാർഹെഡും അതിനവീനമായിരിക്കുമെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ 2028 ചൈനയുടെ റോക്കറ്റ് ഫോഴ്സിൽ 1000-ൽ പരം ബലിസ്റ്റിക് മിസൈൽസ് ഡിപ്ലോയ് ചെയ്യുമെന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ആ ബലിസ്റ്റിക് മിസൈലിൽ 507 എണ്ണം അണുവായുധമായിരിക്കുമെന്നും പറയപ്പെടുന്നു. സോ ചൈനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2028 2035 പ്രധാന ലക്ഷ്യം. എല്ലാവരും, ലോകത്തിലെ പല രാജ്യങ്ങളും അവരുടെ ന്യൂക്ലിയർ ഫോഴ്സിൽ അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങളെല്ലാം പൊടിതട്ടി പുതിയ പുതിയ ആയുധങ്ങളെല്ലാം ഉൾപ്പെടുത്തി പലതരത്തിലുള്ള ടെസ്റ്റിംഗും ചെയ്യാൻ പോകുന്നു എന്ന വിവരമൊക്കെ നമുക്കറിയാം. ഈവൻ റഷ്യ പോലും എന്താണ് ചെയ്തത്, അണുവായുധം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു എന്ന അറിയിപ്പൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും റഷ്യയും ഉൾപ്പെട്ട ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, ഇനി അണുവായുധം ടെസ്റ്റ് ചെയ്ത് നോക്കില്ല എന്ന്. അതിൽ നിന്നുമെല്ലാം റഷ്യ പുറത്തു വന്നു. വീണ്ടും ഞങ്ങൾ ആവശ്യം വന്നാൽ അണുവായുധം ടെസ്റ്റ് ചെയ്യുമെന്ന അറിയിപ്പ് റഷ്യ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും നാൾ 200, 300, 500, 1000 എങ്ങനെ ഇത്രയും അണുവായുധങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം കമ്പ്യൂട്ടർ സിമുലേഷൻ ആണ്. കമ്പ്യൂട്ടറിൽ ഇവരുടെയൊക്കെ പക്കലുണ്ടാകുന്ന അണുവായുധം എത്രത്തോളം റേഞ്ച് കിട്ടും, അതിന്റെ പവർ എന്തായിരിക്കും, ഇതൊക്കെ ജസ്റ്റ് ഒരു സിമുലേഷൻ മാത്രം. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആയിട്ട് മാത്രമാണ് ചെയ്തു നോക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ ഇങ്ങനെയാണ് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ഒരു അണുവായുധ രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ എത്ര തവണ ഈ അണുവായുധം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? വെറും 5 തവണ മാത്രം. ലോകത്തിൽ വെച്ച് തന്നെ അണുവായുധമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുന്ന രാജ്യം പാകിസ്ഥാനാണ്. അവർ ഇതുവരേക്കും 2 or 3 തവണ മാത്രമാണ് അണുവായുധം ടെസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നത്. 1945 മുതൽ 2017 വരെ അമേരിക്ക ടെസ്റ്റ് ചെയ്ത് നോക്കിയ അണുവായുധ ടെസ്റ്റിംഗിന്റെ എണ്ണം എന്ന് പറയുന്നത് 1030 ആണ്. അമേരിക്ക കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ റഷ്യ അല്ലെങ്കിൽ റഷ്യ 715 തവണയും, ഫ്രാൻസ് 210 തവണയും, ചൈന UK 45 തവണയും ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. സോ ഇന്ത്യ 5 തവണ അണുവായുധ ടെസ്റ്റിംഗ് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ പാകിസ്ഥാൻ 2 തവണ ടെസ്റ്റിംഗ് ചെയ്ത് നോക്കി എന്ന് പറയുമ്പോൾ, അമേരിക്ക 1000-ൽ പരം തവണ ചെയ്തു നോക്കി എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയുടെ അണുവായുധ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം. അതേ അളവിൽ വാർഹെഡിന്റെ ക്യാപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. ലോപ്നൂർ, ഈ ലോപ്നൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് ചൈന 60 വർഷങ്ങൾക്ക് മുമ്പ് അണുവായുധ ടെസ്റ്റിംഗ് ചെയ്ത് നോക്കിയിരുന്നത്. അതേ സ്ഥലത്ത് വെച്ച് വെർട്ടിക്കൽ ഷാഫ്റ്റ്, ഡീപ് വെർട്ടിക്കൽ ഷാഫ്റ്റ് ഉൾപ്പെട്ട ഒരു സാറ്റലൈറ്റ് ഇമേജ് അമേരിക്കയുടെ പ്രൈവറ്റ് സ്ഥാപനം പുറത്തുവിട്ടിരിക്കുന്നു. ഇവർ പുറത്തുവിട്ട ഈ സാറ്റലൈറ്റ് ഇമേജ് പരിശോധിച്ച് അമേരിക്ക ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങൾ ചൈന ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ന്യൂക്ലിയർ ടെസ്റ്റിംഗിനെ കുറിച്ച് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് ഇന്ത്യക്കും പ്രശ്നമുണ്ടാക്കി കാണും. കാരണം ചൈന അണുവായുധ ടെസ്റ്റിംഗ് ചെയ്തു നോക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്കെതിരെയും ചെയ്യാമല്ലോ, അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും വന്നിട്ടുണ്ടാകും. ന്യൂലി ഡ്രിൽഡ് ബോർഹോൾസ് ഈ ഒരു സാറ്റലൈറ്റ് ഇമേജസിൽ വളരെ ക്ലിയർ ആയി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ ന്യൂലി ഡ്രിൽഡ് ബോർഹോൾസ് വെച്ച് ഫയർ സ്റ്റോംസ് ഓഫ് ഡെഡ്ലി റേഡിയേഷൻ ഫ്രം ലാർജ് ന്യൂക്ലിയർ ബ്ലാസ്റ്റ്,
ഒരു അണുവായുധ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തു വരുന്ന റേഡിയേഷൻ താങ്ങാൻ പറ്റുന്ന തരത്തിലാണ് ഈ ബോർഹോൾസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു. അടുത്തത് ഇതിനാവശ്യമായ ഡ്രിൽ റിഗ്സ്. ഈ ഡ്രിൽ റിഗ്സ് ഏകദേശം 90 ഫീറ്റ് ഉയരത്തിലാണ് ഉള്ളത് എന്നും മലകൾക്കിടയിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഡീപ് വെർട്ടിക്കൽ ഷാഫ്റ്റ്. ഈ ഡീപ് വെർട്ടിക്കൽ ഷാഫ്റ്റ് ഏകദേശം 3 മുതൽ 4 കിലോമീറ്റർ ആഴത്തിലായിരിക്കും കുഴിച്ചിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. 3 മുതൽ 4.5 കിലോമീറ്റർ അളവിൽ ഒരു ഡീപ് വെർട്ടിക്കൽ ഷാഫ്റ്റ് നിർമ്മിക്കുന്നതിന്റെ കാരണം തന്നെ അവിടെ നിരവധി എക്സ്ട്രീം ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ചൈന പദ്ധതി ഒരുക്കിയിട്ടുണ്ടാകുമെന്നതാണ് അറിയിപ്പ്. അതേപോലെ തന്നെ മുൻപൊക്കെ ഏതുതരം ടണൽസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന വിവരവും അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ഷാലോ ഹൊറിസോണ്ടൽ ടണലാണ് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഷാലോ ഹൊറിസോണ്ടൽ ടണലിന് ശേഷമാണ് ഇപ്പോൾ ന്യൂലി ഡെവലപ്ഡ് ഏരിയയിൽ ഈ വെർട്ടിക്കൽ ഷാഫ്റ്റ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സാറ്റലൈറ്റ് ഇമേജിൽ നിന്നും ഒരു കാര്യം മാത്രം അമേരിക്ക പ്രത്യേകിച്ച് വളരെ വലിയ രീതിയിൽ എടുത്തു പറയുന്നുണ്ട്. അവിടെ 45 കിലോമീറ്ററിനുള്ള ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ 45 കിലോമീറ്റർ റോഡിൽ പഴയ റോഡ് പ്ലസ് പുതിയ റോഡ് കണക്ട് ചെയ്യാനുള്ള നിരവധി സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾക്ക് ചുറ്റും ചെറിയ ചെറിയ സിറ്റീസും നിർമ്മിച്ചിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ സിറ്റികളിൽ ഇവർക്ക് ആവശ്യമായ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അതേപോലെ പഴയ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് പുതിയ ലാർജ് മെഷീനറീസ് നിർത്തിയിട്ടുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഈ പുതിയ 45 കിലോമീറ്റർ റോഡ് അവസാനിക്കുന്ന സ്ഥലത്തായി മറ്റൊരു റോഡുണ്ടെന്നും അതിന് ഏകദേശം 100 കിലോമീറ്റർ നീളമുണ്ടെന്നും പറയുന്നുണ്ട്. ഈ 100 കിലോമീറ്റർ റോഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, വെറും മണ്ണാണുള്ളത്. ഇപ്പോഴാണ് അവർ ആ റോഡ് മെയിൻ്റനൻസ് ചെയ്യാൻ ആരംഭിക്കുന്നത് എന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുന്നു. ലോപ്ന്യൂർ ന്യൂക്ലിയർ ടെസ്റ്റ് സൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് സപ്പോർട്ടിംഗ് ക്യാമ്പ് ഒന്നും ഉണ്ടാകുമല്ലോ. ഈ സപ്പോർട്ട് ബേസ് ക്യാമ്പിനെ മലൻ ബേസ് ക്യാമ്പ് എന്ന് പറയും. ഈ മലൻ ബേസ് ക്യാമ്പും ഇപ്പോൾ നവീകരിച്ചിട്ടുണ്ട്. ചൈന ആ പ്രദേശങ്ങളിലെല്ലാം നിരവധി ബിൽഡിംഗ്സും ഉയർത്തിയിട്ടുണ്ട്. പുതിയ ടെക്നോളജി, പുതിയ ന്യൂക്ലിയർ ടെസ്റ്റിംഗ്, ഈ ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്യാനുള്ള സൈറ്റ്, അതുപോലെ തന്നെ അതിനാവശ്യമായ ബേസ് ക്യാമ്പ്, ഇതെല്ലാം ചൈന കൃത്യമായി സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു. 2023 ശേഷം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ചൈന തായ്വാൻ യുദ്ധം ഉണ്ടാവുമെന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചൈനയുടെ പുതിയ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് സൈറ്റും അതുപോലെ അത് മലൻ ബേസ് ക്യാമ്പോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന വിവരവും അമേരിക്ക പുറത്തുവിട്ടത് ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓവറോൾ ആയി നോക്കുമ്പോൾ അണുവായുധ പരിശോധന നടത്തുന്നു എന്ന പേരിലും അതുപോലെ തന്നെ അണുവായുധ ശക്തി ഉപയോഗിച്ച് പുതിയ സൂര്യനെ കണ്ടുപിടിക്കാൻ പോകുന്നു എന്ന പേരിലും നിരവധി കണ്ടുപിടുത്തങ്ങൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണക്ടിംഗ് ദ ഡോട്ട്സ് വഴി നോക്കുമ്പോൾ അണുവായുധം ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അണുവായുധം എത്രത്തോളം എഫക്റ്റീവായി നിർമ്മിക്കാം, എത്രത്തോളം ഷാർപ്പായി നിർമ്മിക്കാം, എത്രത്തോളം കൃത്യമായി അത് ഉപയോഗിക്കാം എന്നതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള മത്സരം. അതിനായുള്ള ഒരു ബേസ് ഇപ്പോൾ ചൈന ഡിസൈൻ ചെയ്തു കഴിഞ്ഞു. ഇനി പല ലോകരാജ്യങ്ങളും പല ബേസുകളും ഡിസൈൻ ചെയ്യും. അതുപോലെ തന്നെ ഇനിയും അണുവായുധ പരിശോധനകൾ വരാനുള്ള സാധ്യതകളും ഏറെയാണ്. അടുത്ത ഒരു അണുവായുധം ഇസ്രയേൽ ഹമാസ് ആയിക്കോട്ടെ, ഇറാൻ ഇസ്രയേൽ ആയിക്കോട്ടെ, ഇന്ത്യ പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഇന്ത്യ ചൈന ആയിക്കോട്ടെ, റഷ്യ ഉക്രൈൻ യുദ്ധമായിക്കോട്ടെ, അടുത്ത ഒരു അണുവായുധം ഈ ഭൂമിയിൽ വിക്ഷേപിക്കുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ അണുവായുധം പരിശോധിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് പല രാജ്യങ്ങളും അവരുടെ അണുവായുധം ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ ഈ ഒരു ആർട്ടിക്കിൾ ഈ ഒരു സമയത്ത് പുറത്തുവിട്ടതിന് 2 കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന്, ചൈനയുടെ ഈ ഒരു സീക്രട്ട് പ്രോജക്റ്റ് ഇപ്പോഴായിരിക്കും അമേരിക്ക അറിഞ്ഞത്. 2, ഇത് ചൈനയ്ക്കെതിരെയുള്ള ഒരു വലിയ എവിഡൻസ് ആയി മുൻനിർത്തി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രചരണമായി കണക്കാക്കാം. എന്തു തന്നെയായാലും ചൈനയുടെ സീക്രട്ട് പ്രോജക്റ്റ് അമേരിക്ക കുറച്ചായി പുറത്തു കൊണ്ടുവരാൻ ആരംഭിച്ചു. ഇതിന് മറുപടിയായി ചൈന എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്, അല്ലെങ്കിൽ എന്താണ് അറിയിക്കാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.